എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയതിൻ്റെ വീഡിയോ ആയിരുന്നു ആയിട്ടിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നതിൻ്റെ വീഡിയോ എനിക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പം ട്രെയിനിൽ നിന്ന് നമുക്ക് ഉണ്ടായ ഒരു അനുഭവം, ട്രെയിനിനകത്ത് വെച്ചുണ്ടായതല്ല, നമുക്ക് ഒരു അപകടം വരാൻ പോയത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജന്മത്തിലുള്ള നമ്മുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം കൊണ്ടുണ്ടായ ഒരു രക്ഷപ്പെട്ട ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് നേരത്തെ പോയ വീഡിയോ ആണിത്. ആ ട്രെയിനിൽ എനിക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരോടും ആദ്യം തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കുട്ടികളെയും കൊണ്ട് ഗുരുവായൂർ യാത്രയ്ക്ക് പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുവായൂർ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ശരിക്കും നല്ല തിരക്കുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പം ധാരാളം പണികളും റോഡ് പണികളും അതുകൊണ്ട് തന്നെ നല്ല മഴ സമയമാണ്. അതുപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും അറിയാതെയല്ല, ശരിക്കും എനിക്ക് പോകേണ്ടതായിട്ടുള്ളൊരു അർജൻറ്റ് കാര്യമായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പോകേണ്ടി വന്നത്. പക്ഷേ ശരിക്കും അവിടെ നടന്ന വിശേഷപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഭഗവാൻ സത്യം, ഞാൻ ആ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല. അവിടെ മുഖമണ്ഡപം ഉദ്ഘാടനമായിരുന്നു. ഉദ്ഘാടനത്തിന് ശരിക്കും ഒരു ഭഗവാന്റെ ക്ഷണം കിട്ടിയ പോലെ ഞാൻ അവിടെ ചെന്നപ്പോഴേ ഈ പൂക്കളൊക്കെ, ഞങ്ങൾ രാത്രി 12:30 അവിടെ എത്തിയിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. രാത്രി 12:30 അവിടെ എത്തിയിട്ട് കുടുംബശ്രീക്കാരുടെ ക്ലീനിങ് റൂമിൽ പോയി ഞങ്ങൾ ഫ്രഷായി. അതിനുശേഷം ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ നോക്കിയപ്പോൾ നല്ല തിരക്കായപ്പോഴത്തേക്ക്, അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് നടക്കാം. എനിക്ക് ആഗ്രഹം ഭഗവാനെ ഒന്ന് കണ്ട്, അപ്പം 3 മണിക്ക് നട തുറക്കുമല്ലോ, അപ്പം അത് കണ്ട് അപ്പം നാരായണീയത്തിൻ്റെ ആ ഒരു പാട്ടും അതൊക്കെ ഒന്ന് കേൾക്കാം എന്നൊക്കെയുള്ള ആ വെളുപ്പിനത്തെ ആ ഒരു ആ വ്യൂ ഒന്ന് കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ കയറി വന്ന് കിഴക്കേ നടവഴിയായിരുന്നു കയറി വന്ന സമയത്ത് ഈ പൂക്കളൊക്കെ അവിടെ ഫ്രണ്ടിൽ കിടക്കുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ സംഭവം, ഒന്നും മനസ്സിലായില്ല. തിരിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ എല്ലാം പൂക്കളെല്ലാം കിട്ടുന്നു. ഞാനവിടെ വീഡിയോ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നു, ഭഗവാനെ തൊഴുതിറങ്ങി പാൽപ്പായസത്തിനുമൊക്കെ എഴുതി. അകത്താണെങ്കിൽ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാനുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ചെല്ലുമ്പം ഭഗവാന്റെ തൊഴുത് വലത്തുവശത്തോട് ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ വലത്ത് ഇങ്ങനെ വെച്ച് വരുമല്ലോ, വരുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ഭഗവാനെയും കണ്ട് ഗണപതി ഭഗവാനെ അവരെല്ലാം കണ്ട് ഹനുമാൻ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് മൂലയ്ക്ക് നിന്ന് തൊഴുമ്പോൾ താമരക്കണ്ണനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഒരു പെയിൻറ്റിങ് ആണ് തന്നെ ഈ താമരക്കണ്ണനെ. ഞാൻ ആ താമരക്കണ്ണനെ കണ്ടതിന് ശേഷമാണ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ വാർപ്പ് പോലുള്ള സാധനത്തിൽ താമര പോലുള്ള വാർപ്പിനകത്ത് ഭഗവാന്റെ രൂപം ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എന്താ പറയുന്നത്, ഒരു ഇതില്ലായിരുന്നു എൻ്റെ ഈ ചാനൽ. എനിക്ക് ജീവിതത്തിൽ ഒരു രക്ഷപ്പെടുമോയെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. എന്ത് ചെയ്താലും നെഗറ്റീവും എവിടെയും കുറ്റപ്പെടുത്തലും അവഗണനയും മാത്രം കേട്ട് സഹിക്കുന്ന ഒരാൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഭഗവാന്റെ ഒരു കൈത്താങ്ങുണ്ടായത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അത് മറ്റുള്ളവർക്ക് അതൊരു പരിഹാസമാകും, പക്ഷേ അത് എൻ്റെ അനുഭവമാണ്, അത് എൻ്റെ ജീവിതമാണ്. അത് മറ്റുള്ളവർക്കത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഭഗവാൻ എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനന്ന് അനുഭവിച്ചത്. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനത് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. താമരക്കണ്ണനെ ഭഗവാനെ അതൊക്കെ കണ്ടു. ഭഗവാനെ പാൽപ്പായസം വാങ്ങി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് ആഹാരം കഴിച്ചു. പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു, അവിടുന്ന് ആഹാരം കഴിച്ചു. പക്ഷെ നാരായണാലയത്തിൻ്റെ കാര്യം എല്ലാം ഈ അസുഖത്തിൻ്റെ ഒരുപക്ഷെ മറവി അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുകൊണ്ടാവാം. നാരായണാലയത്തിൽ ഭട്ടതിരിപ്പാട്ട് അതുപോലെ തന്നെ പൂന്താൻ അദ്ദേഹം പൂജിച്ച വിഗ്രഹം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. അത് ഞാൻ കുറേ പ്രാവശ്യം വായിച്ചു കേട്ടോ. എന്നിട്ടും എനിക്കത് അങ്ങോട്ടൊന്ന് പോകണമെന്നോ അല്ലെങ്കിൽ എന്താണ് അത് നോക്കാനുള്ള ആ ഒരു മനസ്സില്ല. കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പോയതുകൊണ്ടായിരിക്കാം, നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.
അപ്പോൾ ആദ്യം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കാണത്തില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമുക്ക് ബസ്സിന് പോകാം, പിറ്റേന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പം ഞങ്ങൾ ഇറങ്ങി നേരെ കിഴക്കോട്ട് വന്ന് ഭഗവാന്റെ അടുത്തു നിന്ന് അവിടുന്ന് നേരെ കിഴക്കോട്ട് വന്നപ്പോഴത്തേക്ക് പ്രൈവറ്റ് ബസ് കിട്ടി. അവിടുന്ന് തൃശ്ശൂർക്ക് വന്ന് തൃശ്ശൂരിൽ നിന്ന് ഓരോ ഓട്ടോയിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടി. ഞങ്ങളൊന്നും തിരക്കുന്നില്ല, അപ്പം ട്രെയിനുണ്ട്, സാധാരണ തിരക്കേ ഉള്ളായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഗുരുവായൂർക്ക് പോകാനുള്ള ഇഷ്ടംമാതിരി ആൾക്കാരായിരുന്നു. ഒഴിവ് ദിവസമായിട്ട് മാസം തൊഴിലിൻ്റെയാണ് എനിക്കറിയത്തില്ല, ശരിക്കും തിരക്കായിരുന്നു. അതേപോലെ തിരിച്ച് ഞങ്ങൾ പോകാൻ കയറിയ ട്രെയിനെന്ന് പറഞ്ഞ് ഒരു ശകലം സ്ഥലവും ഇല്ലായിരുന്നു. എൻ്റെ ദൈവമേ, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് തന്നെ ശരിക്കും പേടിച്ചു പോയി. അകത്ത് നിന്നൊരു പ്രായമുള്ള ഒരു അച്ഛനാ പറഞ്ഞ മോൾ അകത്തോട്ട് കയറി നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പിടിച്ച് എന്തായാലും അകത്ത് കുഞ്ഞിനെയും കൊണ്ട് ഒരു വിധത്തിൽ ഞങ്ങൾ അകത്ത് കയറി. ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല. കാൽപാത ഒന്നൊന്നിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിനെ ഏളയിലെടുത്തിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അത്രയ്ക്കും തിരക്ക്, കുഞ്ഞുങ്ങളുടെ കരച്ചിലും ആൾക്കാരുടെ ഒരു നെഗറ്റീവ് പറച്ചിലും എല്ലാം കൊണ്ടും ഗുരുവായൂർ എന്താ ഇത്ര വിശേഷം. അപ്പം എന്താ കാരണം എന്നറിയോ? അവർക്ക് ട്രിവാൻഡ്രത്തിന് അവർ ജോലിക്ക് പോകാൻ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അവർക്ക് ഇവിടുന്ന് അവിടം വരെയും നിന്ന് പോകേണ്ട ഒരവസ്ഥ എല്ലാം കൊണ്ടും ആൾക്കാരുടെ എന്താ പറയുക മാനസികാവസ്ഥ മനസ്സിലാവുമല്ലോ. ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. അതിനുശേഷം കുറേ വണ്ടി ഇങ്ങോട്ട് മൂവ് ചെയ്തു വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇടയ്ക്ക് വെച്ച് ഒരു 2 മണിക്കൂറോളം വണ്ടി പിടിച്ചിട്ടെന്ന് പറഞ്ഞാലും പോരെ, പിള്ളേർ കരച്ചിലും വെളി ഭയങ്കര മഴയുണ്ടെങ്കിലും ഭയങ്കര ചൂടും. അങ്ങനെയായി ഇങ്ങനെ ആൾക്കാരൊക്കെ തിരക്കിയപ്പോഴാണ് പറയുന്നത് നമ്മുടെ ആ ഭാഗത്ത് കുറേ നല്ല കാറ്റും മഴയായിരുന്നു. ഒരു വലിയ മരം വീണിട്ട് അവിടെ തീയും പുകയൊക്കെ ഉണ്ടായി. ട്രാക്കിലേക്കാണ് മരം വന്ന് വീണത്. നമ്മൾ ചെല്ലുന്ന ട്രെയിനാണ് ആ ട്രാക്കിൽ കൂടെ പോകേണ്ടത്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ്, ശരിക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഇത്രയും ജനങ്ങൾ രക്ഷപ്പെട്ടത്. ശരിക്കും ഇത് ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നാം. പക്ഷേ ദൈവത്തെ ഓർത്ത് നമ്മൾ പറയുന്നത് ഈശ്വരാധീനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കരുതാം. പക്ഷേ എൻ്റെ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൽ പറയുന്നത് ഏതോ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ തന്നെ നമ്മളെ രക്ഷിച്ചതാ എന്ന് തന്നെ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ ജീവന് നമ്മുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ത് തന്നെ ആയാലും ആ ഒരു സമയത്ത് ഞങ്ങൾ അനുഭവിച്ച അത്രയും ആൾക്കാർ, പിന്നെ അതിനകത്ത് ആർക്കും ഒന്നും പറയാനില്ല. എന്ത് പറയാനാ? ഈ വണ്ടി സ്പീഡിൽ പോകാത്തതിന് വണ്ടി പിടിച്ചിട്ടേക്കുന്നെന്നും പറഞ്ഞ് ഒക്കെ സംസാരിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഒറ്റ നിമിഷം കൊണ്ട് അയ്യോ ഇങ്ങനായിരുന്നോ സംഭവം, ഇതായിരുന്നോ സംഭവം എന്ന് പറഞ്ഞു. കാരണം ഭയങ്കര മഴ, ഒരു കണ്ടത്തിൻ്റെ സൈഡിൽ അങ്ങനെ നിർത്തിയിട്ടേക്കുന്ന സമയത്ത് വെളിയിലോട്ടൊന്നും ഇറങ്ങി നിൽക്കാൻ പോലും പറ്റുന്നില്ല. കുറേ ഫ്രണ്ടിലുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂറോളം ആ ട്രെയിനിനകത്ത് ഞങ്ങൾ ചിലവഴിച്ചു. പക്ഷേ പിന്നെ കുറേ ആയപ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി. എല്ലാവരും സംസാരിച്ച്, ഒരു കൊച്ചുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ചെങ്ങന്നൂരൊന്നും ഒക്കെ കയറുന്നവരുണ്ട്, ചെങ്ങന്നൂർ ഇറങ്ങാനുള്ളവരുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല സൗഹൃദമായിട്ട് അവർ കൊച്ചിന് അവിടെ ജോലിയുണ്ട്, ട്രിവാൻഡ്രത്ത് ജോലിയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഡെയിലി പാസഞ്ചേഴ്സാണ്. ഒക്കെ സംസാരിച്ച് എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ട് എൻ്റെ കൃഷ്ണ. എന്നാലും ആ ഒരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ, ഇതുപോലൊരു അനുഭവം എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന സമയത്ത്, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് AC ടിക്കറ്റ് എടുത്ത് വെച്ച് എനിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞാൻ വണ്ടി മൂവ് ആകാൻ തുടങ്ങി.
അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്ലീപ്പറിനകത്ത് ലഗേജുകൾ ഫുള്ള് കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടായി ഏതാ നമ്മൾ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേരം ഒരു റെസ്പോൺസ് കിട്ടിയില്ല. പിന്നെ ഒരു ഹിന്ദി ഇംഗ്ലീഷും കൂടെ എനിക്ക് അറിയാവുന്ന രീതിയിൽ അവിടെ നിന്നൊരു എന്താ അവർ എവിടെ ഇറങ്ങുന്നു, ഒറീസയിലോ മറ്റോ ഇറങ്ങേണ്ടവരായിരുന്നു എന്ന് തോന്നുന്നു. ഒരു പ്രായമുള്ളൊരു സാറും ഒരു മേഡം ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ ഇംഗ്ലീഷിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. അതേ കോച്ചിൽ തന്നെയായിരുന്നു എന്നോട് പെട്ടെന്ന് കയറാൻ പറഞ്ഞു. അതും ഇതേ കണക്ക് ഒരു പ്രായമുള്ള ഒരു അച്ഛനൊരു കാലം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോള് ഫ്രണ്ടിലോട്ട് പോകണ്ട, ഈ ബൈക്കിൽ തന്നെ ഇരുന്നാൽ മതി, ഒത്തിരി കുറച്ച് അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെ ഫസ്റ്റ് AC കോച്ചുകൾ, അപ്പോൾ ഇതിൽ തന്നെ കയറിയാൽ മതി. വെപ്രാളത്തിനായതുകൊണ്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.